പാലക്കാട് മണ്ഡലത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സി കൃഷ്ണകുമാറിനെന്ന് ന്യൂനപക്ഷ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് നോബിൾ മാത്യു. ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്നതാണ്. പല സ്ഥലങ്ങളിലും നടക്കുന്ന വഖഫ് അധിനിവേശം പാലക്കാട് പ്രതിഫലിക്കുമെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് നോബിൾ മാത്യു ഇപ്പോൾ ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് ഈ പാലക്കാട് നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ? പാലക്കാട് നിയമസഭയിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ കൊടിയിറങ്ങാൻ പോവുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞായറാഴ്ച ഇവിടുത്തെ റോമൻ കത്തോലിക്ക പള്ളി, CSI പള്ളി, മർത്തോമ പള്ളി, ഓർത്തഡോക്സ് പള്ളി, ഇവിടെ എല്ലാം സ്ഥാനാർത്ഥി യാക്കോബായ പള്ളി എല്ലാം സ്ഥാനാർത്ഥി സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും വിഭിന്നമായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ BJPക്ക് അനുകൂലമായി സി കൃഷ്ണകുമാർ അനുകൂലമായി ഒരു വലിയ മുന്നേറ്റമുണ്ട്. ഇപ്രാവശ്യം സി കൃഷ്ണകുമാർ യാതൊരു സംശയവുമില്ല ഇവിടെ നിന്ന് BJPയുടെ അക്കൗണ്ട് തുറക്കും. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ BJPക്ക് അനുകൂലമായി എന്ന് പറയാനുള്ള എന്ത് മാറ്റാണ്, അത്തരത്തിലെന്ത് സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഇന്ന് ഒരു പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്നു, അതായത് മണിപ്പൂർ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അതെന്തുകൊണ്ടാണ്? BJP ജയിക്കുന്നു എന്നുള്ള ഭയം കൊണ്ടാണ് പ്രധാനപ്പെട്ട പത്രത്തിൽ വാർത്ത വന്നത്. ഞാൻ കഴിഞ്ഞ 15 ദിവസമായിട്ട് ജാർഖണ്ഡിലായിരുന്നു. ജാർഖണ്ഡിൽ മണിപ്പൂരിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവർ പറയുന്ന അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അവിടെ പ്രശ്നമില്ല, അവിടുത്തെ പ്രശ്നം പതുക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഇത്ര പെട്ടെന്ന് പ്രശ്നം തീരുന്ന ഒരു കാലാവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവരാരും മുനമ്പം പറയുന്നില്ല. നമ്മളൊക്കെ വള്ളത്തോളിൻ്റെ പാട്ട് കേട്ടിട്ടില്ലേ? ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. പണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ കോൺഗ്രസ്സുകാർ മണിപ്പൂരെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം മുനമ്പം എന്ന് കേട്ടാൽ ഇവൻ്റെയൊക്കെ അണ്ണാക്കിൽ പിണ്ണാക്ക് പോയതുപോലെ സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. മുനമ്പം പ്രശ്നത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് അവിടുത്തെ ആർക്കറിയാം. ഈ രാജ്യത്ത് നമ്മുടെ വഖഫ് ആക്ട് 2024 ഭേദഗതി ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങി. ഇപ്പം JPCക്ക് വിട്ടിരിക്കുകയാണ്, ഭേദഗതി ചെയ്യും. നമ്മുടെ ഈ സ്ഥലം വരെ നാളെ വേണമെങ്കിൽ വഖഫിൻ്റെ ആണെന്ന് പറയാം. അപ്പം അതിനെതിരെയുള്ള ശക്തമായ നിയമം വന്നിരിക്കുന്നു. സെക്ഷൻ 40, പഴയ സെക്ഷൻ 40 ഉണ്ട്. തെളിവ് ഭാരം വഖഫിനല്ല. വഖഫ് ഒരു സ്ഥലം ക്ലെയിം ചെയ്താൽ വഖഫിനാണ് അത് തെളിവ് ഭാരം ഉണ്ടാവേണ്ടത്. പക്ഷേ നേരെ അവിടെ താമസിക്കുന്നവർക്കാണ് തെളിവ് ഭാരം വന്നിരിക്കുന്നത്. അതൊക്കെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. മുനമ്പത്ത് BJP സമരമുഖത്താണ്, ആ നാട്ടുകാരോടൊപ്പം സമരമുഖത്താണ്. ഞാനൊക്കെ അവിടെ 10 ദിവസം ഉണ്ടായിരുന്നു. 25ാമത്തെ ദിവസത്തെ സമരം കഴിഞ്ഞാണ് ഞാൻ ഇവിടെ ജാർഖണ്ഡിൽ പോയത്. ആ സമരമൊക്കെ ഇപ്പം മാറിയിരിക്കുന്നു. ജനം വളരെ അനുകൂലമായിട്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മൈനോറിറ്റി BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ ജയിക്കും. അല്ലെങ്കിൽ തന്നെ മറ്റു പല കാരണങ്ങൾ. ഈ നാട്ടുകാരനാണ്. ആനകളും അമ്പാരികളും ഇല്ലാതെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ കഴിവുള്ളവനാണ് നമ്മുടെ സി കൃഷ്ണകുമാർ. താലപ്പൊലികളും താളമേളങ്ങളും ഇല്ലാതെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയവികാരങ്ങൾ തൊട്ടറിയുന്ന ആളാണ് സി കൃഷ്ണകുമാർ. അദ്ദേഹം അതുകൊണ്ട് ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റ് 2 സ്ഥാനാർത്ഥികളും പുറത്തുനിന്ന് വന്ന സ്ഥാനാർത്ഥികളാണ്. അതുപോലല്ലോ നമ്മുടെ ഈ നാട്ടുകാരൻ. അതുപോലെ സി കൃഷ്ണകുമാർ ഇവിടെ ജയിച്ചാൽ വന്ദേ ഭാരത്, അദ്ദേഹം തന്നെ പറയുന്നു, BJP അദ്ദേഹത്തിന് വേണ്ടി ചെയ്യും. വന്ദേ ഭാരത് പാലക്കാട്ട് നിന്നും ബാംഗ്ലൂർക്ക് വന്ദേ ഭാരത് ഉടൻ വരാൻ പോവുകയാണ്. അത് മാത്രമല്ല, എയിംസ് പാലക്കാട് വേണ്ടേ? ഇപ്പം സർക്കാർ എടുത്തിരിക്കുന്ന വേറെയാണ്. കൃഷ്ണകുമാർ ജയിച്ചാൽ എയിംസ് പാലക്കാട് വരും, ഒരു സംശയവും വേണ്ട. കേരളത്തിലെ BJPയുടെ ആദ്യത്തെ MLA O രാജഗോപാൽ, അദ്ദേഹം പാലക്കാട്ട് നിന്നും തിരുവനന്തപുരത്ത് പോയാണ് ജയിച്ചത്. ഇത് പാലക്കാട്ട് നിന്നും പാലക്കാട്ടുകാരൻ തന്നെ ഇവിടെ MLA ആകാൻ പോവുക. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാലോ നടന്ന ഒരു മത്സരത്തിൽ, ഒരു 2020 മത്സരത്തിൽ ഇന്ത്യയിലെ സഞ്ജു സാംസണും തിലക് വർമ്മയും രണ്ടുപേരും സെഞ്ചുറി അടിച്ചു. അതുപോലെ പാലക്കാടും നമ്മുടെ തൊട്ടടുത്ത ചേലക്കരയും BJP 2 അക്കൗണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തുറക്കാൻ പോകുന്നത്. യാതൊരു സംശയവുമില്ല. ജനം അതുപോലെ മാറ്റിയിരിക്കുന്നത്. നിങ്ങൾ ഇവിടെയൊക്കെ നോക്കുക, ജനങ്ങളൊക്കെ എന്ത് സന്തോഷത്തോടു കൂടിയാണ്. പണ്ടൊക്കെ BJP സ്ഥാനാർത്ഥികൾക്ക് ഇങ്ങനെ കയറി ചെല്ലാൻ സാധിക്കുമായിരുന്നു ഒരു പള്ളി പ്രദേശം. ഇപ്പം അച്ഛന്മാരായിക്കോട്ടെ, കന്യാസ്ത്രീകളായിക്കോട്ടെ, എല്ലാവരും ചിരിച്ച് സന്തോഷത്തോടു കൂടി കൃഷ്ണകുമാറിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്.